നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു, ഇവിടെ പോയാലും ഒരു സമാധാനമില്ലാതെ കഞ്ഞിയും കറിയും വയ്പ്പ്, അതാണ് ഇവരുടെയൊക്കെ മെയിൻ പരിപാടി കേട്ടോ. ഇതിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത് പ്രകാശ് ചേട്ടനാണ്. ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു നാളെ കഞ്ഞിയും പയറും വയ്ക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ റാമിനോട് പറഞ്ഞാൽ അവർ വെച്ച് തരാം. അപ്പോൾ റാമിനോട് ചോദിച്ചാൽ പറഞ്ഞാൽ കുഴപ്പമില്ല വെച്ച് തരാമെന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ ചേട്ടൻ ഒരേ നിർബന്ധം, റാമൊന്നും വെക്കണ്ട, നമ്മൾ വന്നിട്ട് നമ്മൾ കഞ്ഞിയും പയറും വയ്ക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, നിങ്ങൾ കഞ്ഞി വയ്ക്കുക പയർ വയ്ക്കുക എന്തോ ആയിക്കോ, ഞാൻ കഴിക്കാനുണ്ടാവും, പക്ഷെ ഇതിലൊന്നും പങ്കെടുക്കാൻ ഞാൻ വരില്ല. കാരണം ഞാൻ റിലാക്സ് ചെയ്യാൻ ട്രിപ്പ് അടിച്ച് പൊളിക്കാൻ വന്നിടത്ത് കഞ്ഞിയും പയറും വയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇതിലൊന്നും കയറി ഇടപെട്ടില്ല കേട്ടോ. അങ്ങനെ അമ്മയും ചേച്ചിയും വേദയും കൂടി റാമിൻ്റെ വീട് നമ്മൾ താമസിക്കുന്ന സ്റ്റേയുടെ കുറച്ചങ്ങ് താഴോട്ട് പോകണം കേട്ടോ. അവിടെ താഴെ പോയിട്ട് കുക്കറും അരി വേവിക്കാനായിട്ട് കുക്കറും കലവും ഒക്കെ ആവശ്യമുള്ള സാധനങ്ങൾ പാത്രങ്ങളെല്ലാം എടുക്കാനായിട്ട് പോയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്റ്റേയുടെ കുറേ അങ്ങ് താഴെ അതുവഴി അങ്ങ് താഴെ ഇറങ്ങി പോകുമ്പോഴാണ് റാമിൻ്റെ വീട്. അപ്പോൾ റാം വന്നെടുത്താൽ മതി, അല്ലെങ്കിൽ റാം എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ റാം വരാൻ ലേറ്റ് ആവുമായിട്ട് നമ്മൾ തന്നെ പോയി എടുക്കുകയാണേ. ഞാൻ പോയില്ല കേട്ടോ, ഇത് ഒരുപാട് താഴെ പോകണം റാമിൻ്റെ വീട്ടിലേക്ക്. ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. ചേച്ചിയും അമ്മയും മോളും ഏട്ടനും കൂടെ പോയി. ഏട്ടൻ്റെ ഞാൻ ക്യാമറ എടുത്തിട്ട് തുടങ്ങി, ഏട്ടാ പ്ലീസ് ഏട്ടത്തി ഷൂട്ട് ചെയ്തിട്ട് വായിട്ടാന്ന് പറയും. അങ്ങനെ ഏട്ടനാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു വയറുവേദന, ഗ്യാസ് ഫോം ചെയ്ത് ഭയങ്കര വയറുവേദനയായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയില്ല, ഞാൻ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ പോയ സ്ഥലത്ത് അവർ റാമിൻ്റെ വീട്ടിലേക്ക് പോകുന്നിടത്ത് ഏലത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കര കൗതുകം, നമ്മുടെ നാട്ടിലില്ലാത്ത സാധനം വേറൊരു നാട്ടിൽ നല്ല ഭംഗിക്ക് നിൽക്കുന്ന കാണുമ്പോൾ ഒരു കൗതുകം കേട്ടോ. ഇത് ഏലത്തോട്ടം നമ്മുടെ തിരുവനന്തപുരത്തൊന്നും ഞാനിങ്ങനെ ഏലത്തോട്ടമൊന്നും കണ്ടിട്ടില്ല. അത് ഇങ്ങനെ നിറയെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗി. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അതൊരു സംഭവമായിട്ട് തോന്നില്ല, നമുക്ക് കാണാത്തവർക്ക് അത് കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അവിടെ വേറെയും 2-3 ഹോം സ്റ്റേ പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ ഏറ്റവും മുകളിലാണ്, അതിൻ്റെ താഴെ അങ്ങനെ 2-3 കേട്ടോ. നമ്മൾ ഏറ്റവും മുകളിലാണ് സ്റ്റേ ചെയ്യുന്നത്. എന്തായാലും അവർക്ക് ആവശ്യമുള്ള പാത്രങ്ങളെല്ലാം റാമിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നു. ചേച്ചി എപ്പോഴും ഫുൾ ടൈം ഓണാണ് കേട്ടോ. എന്ത് പറഞ്ഞാലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്, ഇവിടെ പോകാനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യും കേട്ടോ. അപ്പോൾ ചേട്ടനാണ് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഫുൾ കോർഡിനേറ്റർ എന്ന് പറയുന്നത്. ചേട്ടൻ കഞ്ഞി വെച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ചേട്ടനാണ് വയ്ക്കാമെന്നൊക്കെ പറഞ്ഞത്, പക്ഷേ ചേട്ടൻ വയ്ക്കണമെന്നില്ല, ചേച്ചിയുടെ തലയിലായി, അത് വേറെ കാര്യം. ഞാൻ എന്തായാലും ഇതിലൊന്നിലും ഒരു ഉള്ളി പോലും തൊലിക്കാൻ ചെല്ലത്തില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കേട്ടോ. നമ്മൾ ട്രിപ്പ് അടിച്ച് പൊളിക്കാൻ പോയെടുത്ത് ഇതൊക്കെ വല്ല കാര്യമുണ്ടോ? പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ സംഭവം കൊള്ളായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തൊക്കെ വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അത് വേറെ കാര്യം. എങ്കിലും നമ്മളൊരു ട്രിപ്പിനൊക്കെ പോകുമ്പോൾ അവിടെ ചെന്ന് പാചകം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത് വേറൊരു രസം കേട്ടോ, അതേ എനിക്കൊരു കണ്ടൻറ്റായി, അത് വേറെ കാര്യം. അങ്ങനെ ഇത് നമ്മൾ വാങ്ങിയ അരി കേട്ടോ, അരിയും പയറും പപ്പടം കൊച്ചുള്ളി ഇത്രയും സാധനം വാങ്ങി. അപ്പോൾ വറ്റൽമുളകിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, വറ്റൽമുളക് വാങ്ങിയില്ല. പിന്നെ ഏട്ടൻ പോയി ഇവിടെ നടത്തുന്ന തന്നെ വറ്റൽമുളകെല്ലാം വാങ്ങി കേട്ടോ. പിന്നെ കുറച്ച് പുളി, മറ്റേ ഉള്ളിയും മുളകും പൊടിക്കാനായിട്ട് പുളി വേണമായിരുന്നു, ചമ്മന്തി അരയ്ക്കാനായിട്ട്. അപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് റാമിൻ്റെ അവിടെ നിന്ന് കുറച്ച് പുളി വാങ്ങി കേട്ടോ. അപ്പോൾ വേദക്കുട്ടിയാണ് അരി കഴുകുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ വേദയെ സത്യം പറഞ്ഞാൽ കിച്ചണിലൊന്നും കയറ്റാറില്ല, അവൾ വരാറുമില്ല, അതാണ് വേറൊരു സത്യം. ഞാൻ പിന്നെ അങ്ങനെ നമുക്ക് ചെയ്യാൻ കയറിയാൽ നമുക്ക് ഇരട്ടി ജോലി ഉണ്ടാക്കി തന്നിട്ട് പോകും. അതുകൊണ്ട് ഞാൻ വേദ അങ്ങനെ അധികം കിച്ചണിലൊന്നും കയറ്റാറില്ല. ഞാൻ പറഞ്ഞ പോലെ അവൾ വരാറുമില്ല. അപ്പോൾ കള്ളിക്കാട് പോയാലും ചേച്ചിയുടെ അവിടെയൊക്കെ പോയാലും വേദയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചെന്ന് അവർക്കെല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതായത് ഇങ്ങനെ അരി കഴുകുക, ഉഴുന്ന് കഴുകുക, പിന്നെ തീ കത്തിച്ച് കൊടുക്കുക, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുക, അതൊക്കെ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് അവിടെ ചെന്നാലേ ഉള്ളൂ, നമ്മുടെ വീട്ടിലൊന്നുമില്ല. അങ്ങനെ അവിടെ ചെന്ന് ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ വേദയാണ് അരി കഴുകലും പയർ കഴുകലും ഒക്കെ വേദയാണ് ഇന്നത്തെ പരിപാടി കേട്ടോ. വേദ കഴുകാൻ നിന്നാൽ 1 കിലോ അരി വാങ്ങി 1/2 കിലോ അരി ഉണ്ടാവുള്ളൂ. 1/2 കിലോ അരിയും കഴുകി വെള്ളത്തിൻ്റെ കൂടെ അങ്ങ് പോകും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ കണ്ടു ഭയങ്കര ഫുൾ റെസ്റ്റ് മൂഡിലാണ് കേട്ടോ. എനിക്ക് റെസ്റ്റാണ്, എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ. ഒരു വയ്യായിക ഉണ്ട്, ഭയങ്കര വയ്യായികയല്ല, ഒരു ചെറിയൊരു ക്ഷീണവും വയറിനൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടും അസ്വസ്ഥതയൊക്കെ ഉണ്ട്, അല്ലാതെ വേറെ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇതിലൊന്നും കയറില്ല എന്നും പറയും, അതുകൊണ്ട് ഞാൻ ഫുൾ റെസ്റ്റാണ് കേട്ടോ. വേദ അരി കഴുകുന്ന കണ്ടോ, പകുതിയും കളയുന്നുണ്ട്, പകുതി കിട്ടിയിട്ടുള്ളൂ കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, അവൾക്കത് ഇഷ്ടമാണ്. ചേച്ചിയും അമ്മയൊക്കെ ഫുൾ സപ്പോർട്ടാണ്. ചേച്ചി അവൾ ചെയ്യട്ടെ കുഴപ്പമില്ല എന്ന് പറയും. ഞാനാണെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു അരിമണി താഴെ വീണാലും സിങ്കിൽ കിടക്കുന്നത് നോക്കി അരി നിറയെ കഴുകിയതിൻ്റെ അരി അതിൽ കിടപ്പുണ്ട് കേട്ടോ. ഒരു അരിമണി വീണാലും ഞാൻ വഴക്ക് പറയും, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, എന്തോന്ന് കൊച്ചി ചെയ്യണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവൾ എൻ്റെ അടുത്ത് വരാത്തത് കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളെ വാങ്ങുള്ളൂ. ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ള അരിയും കുറച്ച് പയറും കുറച്ച് കൊച്ചുള്ളിയും പപ്പടവും വാങ്ങി, പിന്നെ പപ്പടം കാച്ചാനായിട്ട് എണ്ണയും വാങ്ങി കേട്ടോ. അപ്പോൾ അമ്മ ഉള്ളി പൊളിച്ചെടുക്കുകയാണ്. ട്രിവാൻഡ്രത്ത് തന്നെ തൊലിക്കുക എന്നാണ് പറയുന്നത്, മറ്റുള്ള നല്ലത് തെറിയാണെന്ന് പറയുന്നു. നമ്മുടെ ഇവിടെ ഉള്ളി തൊലിക്കുക എന്ന് പറയും, ചിലപ്പോൾ തെറിയായിരിക്കും. മറ്റുള്ള നാടുകളിൽ തെറിയായിട്ടുള്ള കാര്യം, ചില നല്ല കാര്യങ്ങൾ നമുക്കിവിടെ ട്രിവാൻഡ്രത്ത് തെറിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ.
അതുകൊണ്ട് അതൊക്കെ ഓരോ സ്ഥലത്തിൻ്റെ നാടുകളുടെ ഒരു വ്യത്യാസമാണ്, ഓരോ ഭാഷകളുടെ ഒരു ഇതാണ്, ഒരു സ്ലാങ്ങിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അതുകൊണ്ട് അതിലാരും അയ്യോ തെറിയാണേ അത് പറയാൻ പാടില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നമുക്കത് തെറിയല്ല, അതുകൊണ്ട് നമ്മൾ പറയുന്നു. ചില വാക്കുകൾ മറ്റുള്ള നാട്ടിലെ കേൾക്കുമ്പോൾ നമുക്കത് തെറിയും ചിരിയൊക്കെ വരും, അത് വേറെ കാര്യം. പക്ഷേ നമ്മളെ തിരുവനന്തപുരത്തിനെ കളിയാക്കാനാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടവും താല്പര്യവും. എപ്പോഴും കളിയാക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെയാണ്. എന്തിനാണ് അങ്ങനെയെന്ന് അറിയില്ല. മറ്റുള്ള ഈ കണ്ണൂരിലൊക്കെ പോയാൽ അവർ സംസാരിക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവില്ല, ചിരി വരും കേൾക്കുമ്പോൾ. അതൊന്നും ഇന്നേ വരെ ഒരു തമാശ രൂപത്തിൽ ഞാൻ കണ്ടിട്ടില്ല, അത് വേറെ കാര്യം കേട്ടോ. മറ്റൊരു നാടിനെ കുറ്റം പറയുന്നതല്ല, നമ്മുടെ തിരുവനന്തപുരത്തിനെ കുറ്റം പറയുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഒരു വിഷമം തോന്നില്ല, നമ്മുടെ സ്വന്തം നാടിനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ. അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. അപ്പോൾ അരി ഫുൾ കുക്കറിലിട്ടല്ല വേവിക്കുന്നത്, എനിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഒരു 2 വിസിലെല്ലാം കുക്കറിലിട്ട് കേൾപ്പിച്ച ശേഷം ഒരു അര വേവ് ആയ ശേഷം അല്ലാതെ ബാക്കി കലത്തിലിട്ട് തിളപ്പിക്കാമെന്ന് കരുതി കുക്കറിൽ അരി ഇട്ടു. പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് ഒരു 2 വിസിൽ കേൾപ്പിക്കാമെന്ന് കരുതി അങ്ങനെയാണ് അരി വേവിക്കുന്നത്. അല്ലാതെ നമ്മൾ കലത്തിലിട്ട് വേവിക്കുകയാണെങ്കിൽ വിറകടുപ്പൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, എത്ര സമയം വേണമോ നമുക്ക് കലത്തിലിട്ട് ഇങ്ങനെ വേവിക്കാം. ഇത് ഗ്യാസിലൊക്കെ വയ്ക്കുമ്പോൾ ഒരുപാട് ഗ്യാസിൽ പോകും കേട്ടോ. എത്ര സമയം വേണം, ഒരു 2-3 മണിക്കൂറെങ്കിലും, ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വേണ്ട ഇങ്ങനെ അരി. ഞാൻ സത്യമായിട്ട് ഇങ്ങനെ തീയടുപ്പിലിട്ട് അരി വേവിച്ചിട്ടില്ല, അതുകൊണ്ട് എൻ്റെ കണക്കറിയില്ല. നമ്മൾ റൈസ് കുക്കറിലെടുത്ത് വെക്കും, ഇങ്ങനെ എടുക്കും. നമുക്ക് അവിടെ തീയടുപ്പൊന്നും ഇല്ലല്ലോ, അല്ല മീൻസ് വിറകടുപ്പൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അറിയില്ല. ഇപ്പോൾ ഇവിടെ വിറകടുപ്പ് വേണമെങ്കിൽ താഴെ സെറ്റ് ചെയ്യായിരുന്നു, അതിനുള്ള മെനക്കെടാൻ വയ്യാത്തത് കൊണ്ട് കുക്കറിൽ വെച്ച ശേഷം കലത്തിലാക്കാമെന്ന് കരുതി. ഇത് കഴിഞ്ഞ ദിവസം സ്ട്രോബെറി ഫാമിൽ നിന്ന് വാങ്ങിയ സ്ട്രോബെറി കേട്ടോ. ഏകദേശം എല്ലാം ചീത്തയായി, ഫ്രിഡ്ജിൽ വയ്ക്കാതെ കവറിൽ കെട്ടി അതുപോലെ കൊണ്ടുവച്ചു കേട്ടോ. പിന്നീട് എടുത്തപ്പോഴാണ് കണ്ടത് ഫുൾ ചീത്തയായിരിക്കുന്നു. കുറച്ചൊക്കെ കിട്ടി, കുറച്ചൊക്കെ ആകെ ചീത്തയായി പോയി കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, അരി കുക്കറിലിട്ട് 2 വിസിൽ കേൾപ്പിച്ച ശേഷം നമ്മുടെ കലത്തിലിട്ട് അരിയും പയറും കൂടെ ഇട്ട് വേവിക്കുന്നതാണ് പരിപാടി. അതിൽ 2 കൊച്ചുള്ളിയും കുറച്ച് വറ്റൽമുളകൊക്കെ ഇട്ടെടുക്കും കേട്ടോ. ചിലപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചെടുക്കും, അത് വേറൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ പാലെടുക്കാനുള്ള ഒരു സൗകര്യമൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തേങ്ങാപ്പാൽ ഇല്ലാതെയാണ് വയ്ക്കുന്നത്. അപ്പോൾ റാമിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയാണ് കഞ്ഞി വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അല്ല ഞങ്ങൾ കഞ്ഞി സെപ്പറേറ്റ് പയർ സെപ്പറേറ്റ് അങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് റാം പറഞ്ഞായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ എനിക്കൊന്നും ട്രിവാൻഡ്രം സ്റ്റൈലായിരിക്കും, വേറുള്ള നാട്ടിലിങ്ങനെ വയ്ക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. കഞ്ഞിയും പയറും കൊച്ചുള്ളിയും വറ്റൽമുളകും കൂടെ ഒരുമിച്ചിട്ട് വേവിച്ച് വയ്ക്കുന്ന ഒരു കഞ്ഞിയാണ് ഇന്ന് വയ്ക്കുന്ന കഞ്ഞി. ചിലപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കും, തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ്, ഇതിനും നല്ല ടേസ്റ്റൊക്കെയാണ്. പിന്നെ കുറച്ച് ഉപ്പൂടെയൊക്കെ ഇട്ടെടുക്കും. വേണമെങ്കിൽ അച്ചാറാവാം, പപ്പടം ആവാം, ഇതുപോലെ ചമ്മന്തി ആവാം, അങ്ങനെയൊക്കെ എന്ത് വേണോ കാട്ടിക്കൂട്ടാം അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കേട്ടോ. ഇതിപ്പോൾ കഞ്ഞിയും പയറായിട്ട് വയ്ക്കണമെങ്കിൽ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അരി ഒരു 2 വിസിലൊക്കെ കേട്ടിട്ടുണ്ട്, അതിന് ഓഫ് ചെയ്തു. ഒരു അര വേവായിട്ടേ ഉള്ളൂ, ഇനി നന്നായിട്ട് വേവാനായിട്ടുണ്ട്. അടുത്ത പയർ കഴുകാണ്. പയർ കഴുകിയിട്ട് അതും ഈ അര വേവായ അരിയും കൂടി ഒരു കലത്തിലിട്ട് 2 കൂടെ വേവിക്കും. അപ്പോൾ പയർ കറക്റ്റ് വേവാവും, അരിയും കറക്റ്റ് വേവായി കിട്ടുമ്പോൾ നമ്മുടെ സംഭവം റെഡി കേട്ടോ. കുക്കറിൽ തന്നെ ആദ്യമേ ഈ പയറൂടെ ഇട്ടാൽ പയർ വെന്തങ്ങ് പോവും, പിന്നെ അതൊരു ഇതുണ്ടാവില്ല. അരി വേവത്തുമില്ല, പയറങ്ങ് വെന്ത് പോവും. പിന്നെ കലത്തിലിട്ട് വേവിക്കുമ്പോൾ ആകെ കുളമായി പോവും. അതുകൊണ്ട് അരി വേവിച്ച ശേഷം വീണ്ടും പയറിടുകയാണ്. പക്ഷെ ഞാൻ വീട്ടിലിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ കുക്കറിലാണ് വയ്ക്കുന്നത് കൊണ്ട് ഒരുപാട് അങ്ങ് വെന്ത് പോകത്തില്ല. അതുകൊണ്ട് അരിയും പയറും ഞാൻ ഒരുമിച്ച് തന്നെയാണ് വീട്ടിൽ എൻ്റെ അവിടെ വയ്ക്കുകയാണെങ്കിൽ റൈസ് കുക്കറിൽ ഞാൻ ഇട്ടങ്ങ് വെച്ചിരിക്കും കേട്ടോ. ഇത് ഈ കുക്കറിലൊക്കെ വയ്ക്കുന്ന കണക്ക് ദീപ ചേച്ചിയാണ് എൻ്റെ ആൾ, എനിക്ക് എൻ്റെ വലിയ പിടിയില്ല കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കട്ടൻ ചായ എല്ലാം ദീപ ചേച്ചി ഇട്ട് തന്നു, സംഭവം കൊള്ളായിരുന്നു. വേറൊരു നല്ല ആശ്വാസം കിട്ടി കട്ടൻ ചായ കുടിച്ചപ്പോൾ. നമ്മുടെ ഇഞ്ചി ഉണക്കിയത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ചുക്കല്ല, ചുക്കായിട്ടില്ല, പകുതി ഉണക്കിയ ഇഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചി എല്ലാം ഇട്ടൊരു കട്ടൻ ചായ കുടിച്ചു, വേറൊരു ചെറിയ ആശ്വാസം കിട്ടി. അടുത്ത പരിപാടി എന്ന് പറയുന്നത് കൊച്ചുള്ളി കഞ്ഞിയിലിടുന്നത് മുഴുവനെയാണ്, അതായത് ഫുള്ളായിട്ടിടും, ഇങ്ങനെ ചതച്ചൊന്നും ഇടില്ല. ഇത് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ടുണ്ടോ, തേങ്ങാ ചമ്മന്തിയിൽ ഉള്ളിയും വറ്റൽമുളകും പുളിയും കൂടെ കൂട്ടിയിട്ട് പുളിച്ചമ്മന്തി അതുണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ ഉള്ളിയെ ഇട്ട് ചതച്ചുകൊണ്ടിരിക്കുക കേട്ടോ വേദ. ഞാൻ പറഞ്ഞില്ല വേദയ്ക്ക് എന്തൊരു ഇൻട്രസ്റ്റാണെന്ന് നോക്കിയാൽ. എൻ്റെ ഉടനെ കിച്ചണിൽ കയറത്തില്ല, പിന്നെ കയറിയാലും ഞാൻ അപ്പോഴേ അവളെ ഓടിച്ചു വിടും. എന്തെങ്കിലും വഴക്ക് ഞാൻ അവളും കൂടെ ഉണ്ടായിട്ട് പോവും, അതുകൊണ്ടാണ് അവൾ പിന്നെ കയറാത്തത്, അത് വേറൊരു സത്യം. പിന്നെ ഇത് സഹായിക്കാൻ വന്നാൽ 100 കൂട്ടം എനിക്ക് വേറെ ജോലി ഉണ്ടാക്കി തരും, അതുകൊണ്ട് വേണ്ട എന്നങ്ങ് പറഞ്ഞേക്കും കേട്ടോ. ഈ വീഡിയോസ് എടുക്കുന്നതും എല്ലാം ഏട്ടനാട്ടോ, എനിക്ക് സത്യമായിട്ടും ഒട്ടും വയ്യ, അതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ എടുക്കാനും ഒന്നിനും പോയില്ല. മാക്സിമം കുറേയൊക്കെ ഏട്ടൻ എടുത്തു തന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുൾ മൂഡിലാണ്, പക്ഷെ ഞാൻ മാത്രം എന്തോ ഒരു വയ്യായിക പോലെ ഇതിലൊന്നിലും ഞാൻ ഇടപെട്ടില്ല കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പം ചേട്ടൻ വന്ന് ഉള്ളിയും വറ്റൽമുളകും ഒക്കെ പൊടിച്ച് തരാനായിട്ട്, മീൻസ് മിക്സിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കൈ കൊണ്ട് നന്നായിട്ട് ഞവടി എടുക്കാനായിട്ട് ചേട്ടൻ വന്നു കേട്ടോ. ഉള്ളിയും വറ്റൽമുളകും പുളിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് ചട്ടിയിലിട്ട് മൂപ്പിച്ചിട്ടാട്ടോ എടുക്കുന്നത്. ഇത് കണ്ടോ, ഇത്
പയറും അരിയും ഒന്ന് വെന്ത ശേഷമാണ് കൊച്ചുള്ളിയും വറ്റൽമുളകും കൂടെ ഇടുന്നത്. അപ്പം ഉള്ളിയൊന്നും അധികം അങ്ങ് വെന്ത് പോകില്ല, അല്ലെങ്കിൽ ഉള്ളിയൊക്കെ വെന്ത് പായസമായിട്ട് കിട്ടില്ല. മറ്റേത് കഞ്ഞി കുടിക്കുമ്പോൾ ഒരു ഉള്ളി കൂടെ ഇങ്ങനെ ചവച്ച് കുടിക്കുന്നത് അത് വേറൊരു ടേസ്റ്റാട്ടോ, അത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിയെല്ലാം ചതച്ചെടുക്കുകയാണ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം, ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ വച്ച് കഴിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണോ? വയറ് കേടാവാതെയൊക്കെ നോക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വെച്ച് കഴിക്കുന്നതാണ് നല്ലത്. ഈ തമിഴ്നാട്ടിലൊക്കെ പോയാൽ ഈ അവരെല്ലാം എവിടെ പോയാലും അവർ പോകുന്ന വഴിക്കെല്ലാം കുക്ക് ചെയ്താണ് കഴിക്കുന്നത് കേട്ടോ, എല്ലാവരും കൂടെ കൂടിച്ചേർന്ന്. അതൊരു വേറൊരു രസം. പക്ഷേ എനിക്കതിനോട് താല്പര്യമില്ല. നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നതാണ്. ട്രിപ്പ് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നതാണ്. വീട്ടിൽ എപ്പോഴും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന നമ്മളൊന്ന് റിലാക്സ് ആകാൻ പോകുമ്പോൾ അവിടെയും ചെന്നിടുന്നത് ചെയ്യേണ്ട കാര്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. ഞാൻ പ്രകാശേട്ടനും തമ്മിൽ അത് ചെറിയൊരു വഴക്കല്ല, ഒരു വാക്കുതർക്കം ഉണ്ടായി കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞില്ല ഞാൻ വച്ചിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ചേട്ടാ സത്യമായിട്ട് ഞാനൊരു കാര്യത്തിൽ ഇടപെടില്ല, നമുക്ക് വേണമെങ്കിൽ റാമിനോട് പറയാം, നമ്മൾ പോയിട്ട് വരുമ്പോൾ റാമ് കഞ്ഞി പയറൊക്കെ റെഡിയാക്കി വയ്ക്കും. ഇല്ല ശ്രീകുട്ടി ഞങ്ങളിവിടെ ഞാനിന്ന് നാളെ വച്ചിട്ടേ ഉള്ളൂ, ബാക്കി കാര്യം നമ്മളിന്ന് പയർ വയ്ക്കും, പയറും കഞ്ഞിയും വയ്ക്കും. അപ്പോൾ ഏട്ടൻ കൂടെ സപ്പോർട്ട്. താഴെ വിറകടുപ്പിൽ താഴെ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ വിറകടുപ്പിലിട്ട് നമ്മൾ വയ്ക്കും. ഞാൻ പറയും വിറകടുപ്പിലൊന്നും വയ്ക്കണമെങ്കിൽ ഇവിടെ കുക്കറിലും കാലിട്ട് വയ്ക്കാനൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ ഈ ഒരു പരുവത്തിലേക്കൊക്കെ പോകുന്നത് കേട്ടോ. പിന്നെ ദീപ ചേച്ചി അമ്മയും ആരെന്ത് പറയാലും ഓക്കെ കുഴപ്പമില്ല, കഞ്ഞി വയ്ക്കണോ വയ്ക്കാം, വേണ്ട പോകണോ പോകണ്ടെങ്കിൽ പോകണ്ട, അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് വേറെ വഴക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അവരെ ഇഷ്ടത്തിനങ്ങ് പോട്ടെ. ഞാൻ ചെയ്തില്ലെങ്കിൽ വേണ്ട നിങ്ങൾ ചെയ്യേണ്ട, നമ്മൾ ചെയ്യും. കഞ്ഞി കുടിക്കാൻ വേണമെങ്കിൽ വന്നാൽ മതി, വേണ്ടെങ്കിൽ ഇപ്പോൾ പോയിക്കോ, അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ. അതുകൊണ്ട് അല്ല നീ വന്ന് ചെയ്താലേ ഇവിടെ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ അങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കഞ്ഞിയൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട്. അടുത്ത കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കൽ പരിപാടി കേട്ടോ. ചേട്ടൻ കയ്യിലൊക്കെ വെച്ചാണ് ഇടിച്ചെടുക്കുന്നത്. ഇതൊന്നും ചെയ്ത് ശീലമില്ലാത്തവരല്ലേ, അപ്പം അവരിഷ്ടത്തിനൊക്കെ അങ്ങ് ചെയ്യാണ്. പിന്നെ ചെയ്യട്ടെ, ചെയ്ത് നമ്മൾ ചേട്ടാ അങ്ങനെയല്ല ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ ചേട്ടനൊന്നല്ല ആരല്ല ഏട്ടനോട് പറഞ്ഞാൽ പിന്നെ എന്താ നിങ്ങൾ ചെയ്യുമെന്ന് പറയും. അതിനെക്കാട്ടി അവരിഷ്ടത്തിന് അവർ ചെയ്യട്ടെ, സംഭവം നമുക്ക് കിട്ടിയാൽ പോരെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ കഞ്ഞിയും പയറും ഒക്കെ ഏകദേശമായിക്കൊണ്ടേയിരിക്കുകയാണ് കണ്ടോ. അരി പകുതി വേവിച്ചെടുത്തത് കൊണ്ട് ഒരുപാട് സമയം നമ്മളിങ്ങനെ ഗ്യാസ് അടുപ്പിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് സമയം പയറ് വേവുന്നൊരു സമയം മാത്രം മതി, പെട്ടെന്നാവും, കുഴപ്പമില്ല. അപ്പോൾ വറ്റൽമുളകെല്ലാം ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തതാണ്, അതിന് അങ്ങനെ പൊടിച്ചെടുക്കുകയാണ്. മിക്സിയുടെ ജാറിലുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതില്ലാത്തത് കൊണ്ട് നല്ല അടുപ്പത്തിട്ട് മൂപ്പിച്ചെടുത്തതായതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ കയ്യിൽ വെച്ചാലും പെട്ടെന്ന് പൊടിഞ്ഞങ്ങ് വരും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതും നമ്മുടെ പുളിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഞവടി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനും നമ്മുടെ പില്ലോയൊക്കെ എടുത്തിട്ട് അങ്ങ് റെസ്റ്റാണ് കേട്ടോ. എല്ലാവരും പുറത്തല്ലിരിക്കുന്നത്, ഞാനും ഈ ബെഞ്ചിൽ പില്ലോയൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. അമ്മ ഫോണിങ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ചേച്ചിമാരെയൊക്കെ അതായത് വലിയമ്മമാരെയൊക്കെ വിളിച്ചിട്ട് വന്നപ്പോൾ ഞാൻ അങ്ങനെ കിടക്കണം. അത് കണ്ടിട്ട് അമ്മയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സൂഹിക്കുന്നില്ല എന്നും തോന്നുന്നു. ചുമ്മാട്ടോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കരുതി എല്ലാവരും ഇവിടെ ഇരിക്കുകയില്ല, ഇവിടെ തന്നെ വന്ന് കിടക്കാമെന്ന് കരുതി അങ്ങനെ വന്ന് കിടന്നതാട്ടോ. ഭയങ്കര സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കഞ്ഞിവെള്ളം ദീപ ചേച്ചി കുടിക്കാനായിട്ട് മാറ്റിയെടുക്കുക കേട്ടോ. ചേച്ചിക്ക് കുടിക്കാനായിട്ട് മാറ്റിയെടുക്കുന്നതാണ്. നിറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, കഞ്ഞിയൊക്കെ വയ്ക്കുന്നതിനൊരു കണക്കുണ്ട് കേട്ടോ. ഞാനിവിടെ വീട്ടിൽ വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഏട്ടൻ പറയും കഞ്ഞിയും പേരും വയ്ക്കാൻ പറയും, ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇതുപോലെ വയ്ക്കും, സെപ്പറേറ്റ് എല്ലാം ഇങ്ങനെ ഒരുമിച്ചിട്ട് വയ്ക്കും. പക്ഷേ എന്തോ ഇവരൊക്കെ വയ്ക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും അതിൻ്റെ പരുവം തെറ്റിപ്പോകുന്നതായിരിക്കും. ആ ഒരു ടേസ്റ്റ് ഒരിക്കലും ഞാൻ ഉണ്ടാക്കിയാൽ കിട്ടാറില്ല. അങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുകയാണ്. നമ്മളോട് വേണമെന്ന് ചോദിച്ചു, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. കഞ്ഞിവെള്ളമോ അയ്യേ പുച്ഛം. വേദയും കഞ്ഞിയൊക്കെ കുടിക്കാൻ റെഡി ആട്ടോ. വേദയും പിന്നെ അങ്ങനെ പിണക്കൊന്നുമില്ല കേട്ടോ, എനിക്കിത് തന്നെ വേണം, അല്ലെങ്കിൽ ചിക്കൻ തന്നെ വേണം, പൊറോട്ട തന്നെ വേണം, അയ്യേ ഞാൻ കഞ്ഞി കുടിക്കില്ല, അങ്ങനെയൊന്നും വേദയ്ക്കില്ല. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ചില കുട്ടികൾ നിർബന്ധം പിടിക്കും, നമുക്ക് അത് തന്നെ വേണം, അയ്യോ എങ്കിലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആ കുട്ടികളുടെ ഇഷ്ടത്തിന് എങ്കിൽ പിന്നെ അവർക്കത് മതിയില്ല, നമുക്കും അത് മതി എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളങ്ങ് പോകും. വേദയ്ക്ക് പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ വാങ്ങിക്കൊടുത്താൽ കഴിക്കും, ഇല്ല എന്നും പറയുന്നില്ല. വാങ്ങിക്കൊടുത്താൽ അവൾ കഴിക്കും. വേണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വേണമെന്ന് പറയും. അല്ലാതെ എനിക്കത് കൂടിയേ പറ്റും, ഞാൻ ഈ കഞ്ഞി കുടിക്കില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്തുണ്ടോ അതിന് കൂട്ടത്ത് ചേരും, അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളില്ല. അടുത്ത് പപ്പടം കാച്ചാണേ. നല്ല പപ്പടമായിരുന്നു കേട്ടോ. പക്ഷെ ഒരു ചെറിയ കവറേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കവറേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അത് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള പപ്പടമായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് കഞ്ഞി കോരി തണുക്കാനായിട്ട് വെച്ചു. തണുത്ത കഞ്ഞി കുടിക്കണമെന്നുള്ളവർക്ക് കുറച്ച് കഞ്ഞി അടുപ്പത്ത് അതേപോലെ വെച്ചിരുന്നു. ചൂട് കഞ്ഞി കുടിക്കണമെന്നുള്ളവർക്ക്. അപ്പോൾ എനിക്കും ഏട്ടൻ്റെ അച്ഛനും ഒക്കെ തണുത്ത കഞ്ഞി കുടിക്കാനാണ് ഇഷ്ടം. വേദയ്ക്കുമൊക്കെ
തണുത്ത ഒരുപാട് ചൂടോടെ കുടിക്കുന്ന, എനിക്ക് ഒരു ഫുഡും ഒരുപാട് ചൂടോടെ കഴിക്കുന്നത് ഇഷ്ടമല്ല. തണുത്ത കഴിച്ചാൽ അതിന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് തണുത്തത് വേണം. അതിന് കുറച്ച് മാറ്റി വെച്ചു. ദീപ ചേച്ചിക്കൊക്കെ ആണെങ്കിൽ അടുപ്പത്തുനിന്ന് എടുത്തുകൊണ്ട് വരണം, ചേച്ചിക്കോ അമ്മയ്ക്കോ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള കഞ്ഞി അടുപ്പത്ത് അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ. ചേട്ടൻ മുളകും ഉള്ളിയും പുളിയും കുറച്ച് എണ്ണയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തന്നെ ഞെവിടി എടുക്കുക കേട്ടോ. സംഭവം പുളിയായിരുന്നു. കുറേ ടേസ്റ്റ് നോക്കി ഞാനത് കഴിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. ആ പുളിയും മുളകും ഉള്ളിയും കൂടി ചേരുമ്പോൾ തന്നെ നമുക്ക് കണ്ടില്ലെങ്കിലും അത് കേൾക്കുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരില്ലേ, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ചേട്ടൻ നന്നായിട്ട് ഞെവിടി എടുത്തു കേട്ടോ. കയ്യിൽ ആ വറ്റൽമുളകിൻ്റെയൊക്കെ എരിവ് നിൽക്കായിട്ട് പിന്നെ ചേച്ചി കുറച്ച് പാലൊക്കെ കയ്യിൽ ഒഴിച്ചു കൊടുത്തു. അല്ലെങ്കിൽ ഇതൊന്നും ശീലമില്ലാത്തവരല്ലേ, അപ്പോൾ ഇതൊക്കെ ഞോടുമ്പോൾ കയ്യിലൊക്കെ നല്ല എരിവ് കുറേ സമയത്തേക്ക് ഉണ്ടാവും. പിന്നെ പാലൊക്കെ ഒഴിച്ചു കൊടുത്തു. ആ എരിവ് കളഞ്ഞപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും നമ്മുടെ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള കൂടെ ഉണ്ടായിരുന്ന ഉള്ളിയും പുളിയും മുളകും കൂടെ ആയിട്ടുള്ള കോമ്പിനേഷൻ നല്ലതായിരുന്നു. നമ്മൾ ഈ പഴങ്കഞ്ഞിക്കൊക്കെ ചിലപ്പോൾ കഴിക്കില്ലേ, ചിലപ്പോൾ പച്ചമുളകും ഉള്ളിയും പുളിയും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടൊരു സംഭവം ഉണ്ടാക്കാം. അതുപോലെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന കഞ്ഞിയാണ്. അതൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഉപ്പിലിട്ട മാങ്ങ അവിടെ നിന്ന് വാങ്ങി, ആ ഡാം സൈഡിൽ നിന്ന് എവിടെ നിന്നോ വാങ്ങിയതാണ്. അതിനെയും കഞ്ഞീരെ കൂടെ കഴിക്കാനായിട്ട്, ആവശ്യമുള്ളവർക്ക് കഴിക്കാനായിട്ട് വേദയും മാമനും കൂടെ കട്ട് ചെയ്തൊക്കെ വയ്ക്കുക കേട്ടോ. ഭയങ്കര ഗ്രാൻഡ് ആക്കുകയാണ് അവർ എല്ലാം. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ള സംഭവങ്ങളൊക്കെ വെച്ച് നമ്മൾ ഗ്രാൻഡ് ആക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ഈ സമയം എനിക്ക് വയ്യായികയായിരുന്നു. കഞ്ഞിയും കറിയൊക്കെ ആയ ശേഷം പയ്യെ ഞാൻ അവിടെ നിന്ന് എണീറ്റ് തുടങ്ങി കേട്ടോ. എൻ്റെ വയ്യായികയൊക്കെ പതുക്കെ മാറി. ഇനിയിപ്പോൾ ജോലിയൊന്നുമില്ലല്ലോ, നേരത്തെ ജോലി ഉള്ളതുകൊണ്ട് ചെറിയ വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു. ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ വയ്യായികയൊക്കെ മാറി. അപ്പോൾ കഞ്ഞിയെല്ലാം റെഡിയാണ്. എന്നിട്ട് കുറച്ച് സമയം നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിരുന്ന ശേഷം കഞ്ഞി കുടിക്കാനായിട്ട് വന്നു. സംഭവം കൊള്ളായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഞാനിതിൽ ചേരില്ല, കൂടില്ല, വേറെ പണിയില്ല, എൻജോയ് ചെയ്യാൻ വന്നിട്ട് കഞ്ഞി വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും ചൂടോടെ കഞ്ഞി, ചെറിയ ചൂടോടെ കുറച്ച് കഞ്ഞിയും അച്ചാറല്ലല്ലോ, എന്താ ചമ്മന്തിയും ഉള്ളിയും വറ്റൽമുളകും പുളിയും കൂടെയൊക്കെ ചേർന്ന കഞ്ഞിയും പിന്നെ ഉപ്പിലിട്ട മാങ്ങയും ഒരു കഷ്ണം പപ്പടവും കൂടെ വെച്ച് കഴിച്ചപ്പോണ്ടല്ലോ, അത് വേറൊരു ടേസ്റ്റ് തന്നെയായിരുന്നു സത്യം. അപ്പോൾ എനിക്ക് പ്രകാശേട്ടനോടൊരു ചെറിയതൊക്കെ തോന്നി. ചേട്ടൻ പറഞ്ഞെങ്കിലും നമ്മൾ വാക്ക് കേട്ടില്ലെങ്കിലും സംഭവം പൊളിച്ചല്ലോ എന്ന് എഴുതി. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പൂണിൽ ഉള്ളിച്ചമ്മന്തി കയറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കൈ കൊണ്ട് തന്നെ സ്പൂണിലേക്ക് എടുത്ത് വെച്ച് കഴിച്ചു. സ്പൂണില്ലാണ്ട് കഴിക്കാനും പറ്റില്ല. നമുക്ക് വേറെ പ്ലേറ്റ് ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ആ പ്ലേറ്റിൽ വെച്ച് കഴിക്കുന്നതുകൊണ്ട് വലിയ ഇതമില്ല കോരി കഴിക്കാനായിട്ട്. എന്തായാലും വയറ് കേടായിരുന്ന എനിക്ക് ആ ഒരു കഞ്ഞി കുടിച്ചപ്പോൾ നല്ലൊരു ആശ്വാസം തോന്നി. നല്ലൊരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. ചെറിയൊരു തണുത്ത കാറ്റ് പുറത്തുണ്ട് കേട്ടോ, അകത്ത് ഭയങ്കര ചൂടാണ്. ആ തണുത്ത കാറ്റിൽ ചെറിയ ചൂട് കഞ്ഞിയും നമ്മുടെ ചമ്മന്തിയും പപ്പടവും ഒക്കെ കൂട്ടി കഴിച്ചപ്പോൾ അത് വേറൊരു ടേസ്റ്റ്. ആ ഉപ്പിലിട്ട മാങ്ങ അത്ര ഒക്കെ ഉള്ളില്ലായിരുന്നു കേട്ടോ, ഞാനത് കഴിച്ചില്ല. വേറെ അതൊക്കെ നുള്ളിപ്പുറകെ കഴിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പൊളിച്ചു. നല്ലൊരു പ്രത്യേക ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ റാമും ഒക്കെ കഴിച്ചു കേട്ടോ. റാമിനും ഇഷ്ടപ്പെട്ടു. നല്ല കഞ്ഞിയായിരുന്നു. ഞാനുണ്ടാക്കിയാൽ എന്തായാലും ഇത്രയും ടേസ്റ്റ് ഞാനുണ്ടാക്കുന്ന കഞ്ഞിക്കുണ്ടാവില്ല. നല്ല ടേസ്റ്റുള്ള കഞ്ഞിയായിരുന്നു. റാമും കഴിച്ചിട്ട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മൂന്നാറിലെ ഒരു രാത്രി കഞ്ഞിയെല്ലാം വച്ച് കഴിച്ച് സന്തോഷത്തോടെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ഡെയിലി വ്ളോഗും മൂന്നാർ വിശേഷമൊക്കെ ആയിട്ട് ഉടനെ കാണാം. സർപ്രൈസ് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പുറകെ വരുന്നുണ്ട്. നാളത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ആ സർപ്രൈസ് എന്താണെന്നുള്ളത്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റാ.